എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിന്റെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രൊമോ വിശേഷത്തിലേക്ക് പോയാലോ. നാളത്തെ പ്രൊമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന വിക്രം അങ്ങനെ ആ കൊടു ക്രൂരത വീണ്ടും ചെയ്യുവാണ്. വിക്രം ആൽബിയുടെയും സോണിന്റെ അടുത്ത് ചെന്നിട്ട് ആ ആഭരണങ്ങളൊക്കെ കവരാൻ വേണ്ടിയിട്ട് ആൽബിയുടെ തലക്കടിച്ച് വീഴ്ത്തുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളും പിന്നീട് രാഹുലിനെ കാണാനായിട്ട് രൂപ എത്തുന്നുണ്ട്. അപ്പൊ രാഹുലിനെ കാണാൻ എത്തിക്കഴിയുമ്പോഴത്തേക്കും രാഹുൽ തന്റെ മനസ്സിലുള്ള തന്ത്രങ്ങളൊക്കെ രൂപയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ. ഇത് കേട്ടിട്ട് രൂപ ഒരു തീരുമാനമൊക്കെ എടുക്കുന്നുണ്ട്. ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു. ആകെപ്പാടെ ടെൻഷൻ അടിച്ചിട്ടാണ് സരുവിനെ ശാരിയും കാണാൻ വന്നിട്ട് പ്രകാശൻ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത്. പ്രകാശനാണ് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം ചോദിച്ചു, എന്ത് പറ്റിയാച്ചാ മുഖം വല്ലാതിരിക്കുന്നത് എന്താന്ന് ചോദിക്കണം. എന്ത് പറയാനേടാ, ആകെപ്പാടുള്ള ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രാഹുലായിരുന്നു. അയാളോട് സഹായം ചോദിച്ചിട്ട് തരുമെന്നോർത്ത് എന്നാ. പക്ഷെ അയാൾക്ക് ഇപ്പം നമ്മളെ സഹായിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാന്ന് പറയാം. അയാൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കണം. അയാൾ മെന്റൽ ഹോസ്പിറ്റലാന്ന് പറയാണ്. അയാൾക്ക് ഭ്രാന്തായത്. എങ്ങനെ ഭ്രാന്താവാതിരിക്കും വെച്ചാ ആ കിരണും കല്യാണിയും അവറ്റകളല്ലേ ഉള്ളത്. അവറ്റകൾ ഭ്രാന്താക്കൂലെന്ന് പറയാം. അങ്ങനെയൊന്നും ഞാൻ അടങ്ങിയിരിക്കാൻ പോകുന്നില്ലടാ മോനെ. എത്രയും പെട്ടെന്ന് ഒരു പോംവഴി കണ്ടെത്തിയേ പറ്റുള്ളൂ. ആ കല്യാണി, അവളെ മാത്രമല്ല ആ സോണിയെ എല്ലാത്തിനും ഇല്ലാതാക്കണമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, എന്റെ അച്ഛ എനിക്കിവിടെ നിൽക്കാൻ പോലും തോന്നില്ല. അച്ഛൻ അറിയാലോ ഞാനിവിടെ ഓരോ നിമിഷം എങ്ങനെ നിൽക്കുന്നതെന്ന്. നമുക്ക് എങ്ങോട്ടേലും മാറാച്ച, ഒരു വീട് വാടകയ്ക്ക് എടുത്ത ആളും മാറാന്ന് പറയാ. ഇത് കേട്ടതും പ്രകാശൻ ചോദിച്ചു, എടാ മോനെ ഇത് പറയാൻ എളുപ്പാ. വീട് വാടകയ്ക്ക് എടുത്ത പൈസ ആര് കൊടുക്കും? പൈസ കൊടുക്കാൻ വല്ല ഉണ്ടോന്ന് ചോദിക്കുകയാണ്. നിന്റെ വല്ല പൈസയുണ്ടോ? നിനക്കൊരു ജോലിയില്ല, എനിക്കില്ല. പിന്നെ നമ്മൾ 3 വയറ് കഴിഞ്ഞു പോകണ്ടേ? അതിനെന്ത് ചെയ്യും? തക്കാലത്തിന് ഇവിടെ പിടിച്ചു നിന്നേ പറ്റുള്ളൂ. അവളുടെ സംരക്ഷണത്തിൽ കുറെ കാലം കഴിയാം. അതിനുശേഷം ഒരു വീടൊക്കെ എടുത്തിട്ട് മാറുന്നല്ലേ നല്ലതെന്ന് ചോദിക്കുകയാണ്. അച്ഛൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഞാൻ ക്ഷമിക്കാൻ തന്നെ മാക്സിമം ക്ഷമിക്കുന്നുണ്ട്. പ്രകാശൻ ചോദിച്ചു, പിന്നെ എനിക്കാണോ പറ്റുന്നേ? കഴിഞ്ഞ ദിവസം അവറ്റകളെ ഈ വീട്ടിലേക്ക് വിളിച്ചു കയറ്റി സദ്യ കൊടുത്ത അന്ന് തന്നെ ഇറങ്ങിപ്പോണെന്ന് ഓർത്താ. പക്ഷെ പോവാനൊരു ഇടവില്ലാത്തതിന്റെ പേര് ഇവിടെ കിടന്നു പോയതാണ് മോനെ. അവളുടെ ആട്ടും തുപ്പും കേട്ട് ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. ആ കല്യാണി, ആദ്യം കല്യാണിനെ തീർക്കണം, എന്നിട്ട് വേണം സോണി. എന്റെ മോളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവളാണ് എനിക്കിട്ട് പണിതുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു നിമിഷം പോലും അവൾ ഈ ഭൂമിക്ക് മീതെ കാണില്ല. എന്ത് ചെയ്യണം നീ പ്രകാശനറിയാം. എന്നോട് അവളുടെ കളി എന്ന് പറയണം. വിക്രം പറഞ്ഞു, അച്ഛൻ അതോന്നോർത്തും പേടിക്കണ്ട കേട്ടോ. എന്ത് ചെയ്യണം എനിക്കറിയാം. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീടെടുത്ത് മാറാം. അതിനു വേണ്ടുന്ന പണികളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയണം. അതുപോലെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മുമ്പത്തെ പോലെ വീണ്ടും ഇനി ഓരോ ഊടായ്പ പോയി ചാടരുത്. ഇറക്കിക്കൊണ്ടുവരാൻ ആരുമില്ലെന്ന് അറിയാലോ. എന്നെ കൊണ്ടാണ് അതിന് പറ്റത്തുമില്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പണിക്കും പോകണ്ടെന്ന് പറയാം. അച്ഛൻ ധൈര്യമായിട്ടിരിക്കാൻ പറയാണ്. പിന്നീട് കാണിക്കുന്ന രാഹുലിനെ കാണിക്കാനായിട്ട് രൂപ ചെല്ലുവാണ്. മെന്റൽ ഹോസ്പിറ്റലാന്ന് പറഞ്ഞിട്ട് ചെല്ലാതിരുന്നിട്ടാണ് പിന്നെ അയാൾക്ക് സംശയം തോന്നിയാലോ. അപ്പൊ ചെന്ന് തല കാണിക്കേണ്ട ബാധയുണ്ട്. അങ്ങനെ രൂപ നേരെ രാഹുലിനെ കാണാനായിട്ട് ചെല്ലുവാണ്. ചെന്ന് കഴിയുമ്പോഴത്തേനും കാണുന്ന കാഴ്ചയുണ്ട് രൂപയ്ക്ക് സന്തോഷം അടക്കാൻ പറ്റില്ല. കാലെ ചെങ്ങലയൊക്കെ ഇട്ട് രാഹുല് കിടക്കുന്നത്. നീ ഇത് അനുഭവിക്കണോടാ. നീ ഇതല്ല ഇതിലപ്പുറം അനുഭവിക്കണം. നീ ഭ്രാന്തനെ പോലെ കടന്ന് ഓടും. ആ കാഴ്ച കണ്ട് ഞാൻ ചിരിക്കൂടാ. അത്രമാത്രം ക്രൂരതയാണ് നീ എന്റെ മോനോടും മോളോടും ഒക്കെ ചെയ്തത്. എന്റെ മോളെ ഇല്ലാതാക്കാൻ വരെ ശ്രമിച്ചു നീ. അതൊക്കെയാ ക്ഷമിച്ചു വിടുന്നേ. ഒരു ദിവസം വരുമെന്നോർത്താ. ആ ദിവസങ്ങൾ എങ്ങനെ എത്തിക്കൊണ്ടിരിക്കുവാടാ. നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ അങ്ങ് ചെന്ന് കഴിയുമ്പോഴത്തേനും രൂപ മുഖത്തൊക്കെ ഇച്ചിരി സങ്കടമൊക്കെ വരുത്തി. അയ്യോ ഇതെന്ത് പറ്റിയേട്ടാ, ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിക്കുകയാണ്. എന്ത് പറയാനായിട്ട് രൂപേ. അവനുണ്ടല്ലോ എന്റെ മരുമോന്, അവൻ എനിക്കിട്ട് തന്ന പണിയാന്ന് പറയാം. അല്ല ഇത് ഏട്ടൻ എന്ത് പറ്റി? ഏട്ടൻ ചെങ്ങലക്കിടാൻ മാത്രം എന്താ സംഭവം ഉണ്ടായെന്ന് ചോദിക്കണം. എല്ലാം അവന്റെ പഴിയാ. അവൻ ഡോക്ടർ എന്ന് പറഞ്ഞു എനിക്ക് ഭ്രാന്ത് മൂത്തിരിക്കുവാന്ന്, ഞാൻ ആളെ കൊല്ലൂന്ന്, അതുകൊണ്ട് സംഭവിച്ചാന്ന് പറയാം. പോയി പറഞ്ഞിട്ടുള്ള ശരിയായിട്ടുള്ള കാര്യമല്ലേ. നീ കൊല്ലും, നീ ആൾക്കാരെ വിട്ട് കൊല്ലിക്കാനല്ലേ ശ്രമിക്കുള്ളൂ. അതൊക്കെ എനിക്ക് അറിയാടാ. നീ ഇങ്ങനെ കിടക്ക്, അതിനുള്ള ശിക്ഷയാന്ന് രൂപ മനസ്സിൽ പറയണം. എന്നാലും ഏട്ടാ ഇത് ഇച്ചിരി കടന്ന കൈയായിപ്പോയെന്ന് പറയാ. എന്ത് പറയാനാ രൂപേ, ഞാൻ പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല. എന്റെ ഭാര്യയും മകളും ഉണ്ടല്ലോ, അവരിപ്പോ എന്റെ മരുമോന്റെ സൈഡാ. അവൻ എന്ത് പറയുന്നോ അതാണ് അവർക്ക് വേദവാക്യം. ഞാൻ പറഞ്ഞിട്ടൊന്നും അവരനുസരിക്കുന്നില്ല. അവസാനം കണ്ടു എന്നെ ഈ ചെങ്ങലക്ക് ഇട്ട പോലെ തന്നെ എന്റെ ഭാര്യേനെ വേണം ചെലങ്ങിലൊക്കെ വരും. അവന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അതിന് ഇനി അധികം ദിവസം വേണ്ടി വരില്ല എന്ന് തോന്നേ. അതിനു മുമ്പ് എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. എനിക്ക് അവരെ രക്ഷിക്കണമെന്ന് പറയാം. രൂപ പറഞ്ഞു, അതൊന്നും ഓർത്തായിട്ട് ഏട്ടൻ ടെൻഷൻ അടിക്കണ്ടെന്ന് പറയാം. രൂപ, ഞാൻ ഒരു കാര്യം പറയാം. എനിക്ക് അവന്റെ പിടിയിൽ നിന്ന് എന്റെ മോളെ രക്ഷിക്കണം. അതിന് ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിരണ്, അവൻ അവളെ വിവാഹം കഴിക്കണമെന്ന് പറയാം. അതിപ്പോ ഏട്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തേലും ചെയ്താൽ പറ്റുള്ളൂ. ആ കല്യാണി, അവളുമായിട്ടുള്ള ജീവിതം കിരൺ ഉപേക്ഷിക്കണം. ഉപേക്ഷിക്കുക മാത്രമല്ല കല്യാണി എന്തേലും ചെയ്തേ പറ്റുള്ളൂ. അതിന് നിന്നെ കൊണ്ടേ പറ്റുള്ളൂ രൂപയെന്ന് പറയണം.
ഞാൻ എന്ത് ചെയ്യാനേട്ടാന്ന് ചോദിക്കണം. അതെ, ഇപ്പൊ നീ ആ വീട്ടിലാണല്ലോ, ഇപ്പൊ നിന്നെ അവർക്കെല്ലാം ഭയങ്കര വിശ്വാസമാണ് താനും. അതുകൊണ്ട് നീ എന്തെങ്കിലും ചെയ്യണം, ഉടനെ നീ ചെയ്യണം. എന്നാലും എനിക്കൊരു സമാധാനം വരുള്ളൂ. ഞാൻ ഇവിടെ ആയതുകൊണ്ട് എന്നെ ആരും സംശയിക്കത്തില്ല എന്ന് പറയാം. ഏട്ടനൊരു കാര്യം ചെയ്യാം, കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കുക, അത് നമുക്ക് തീരുമാനിക്കാന്ന് പറയാം പറഞ്ഞു. രാഹുല് പറഞ്ഞു, അതെ എന്നെ നീയും കൂടെ കൈയൊഴിയല്ലേ, എനിക്ക് ഏക പ്രതീക്ഷ നീ എന്നെ മാത്രമേ ഉള്ളൂ, അറിയാലോ. അതുകൊണ്ട് നീ എങ്ങനെയാലും എന്നെ ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് പോകാൻ നോക്കണമെന്ന് പറയാം. രൂപ പറഞ്ഞ് സമാധാനപ്പെട്, ഏട്ടൻ കുറച്ചു ദിവസം അവിടെ കിടക്ക്, ഇല്ലെങ്കിൽ ഇനി ആർക്കാർക്കാണ് സംശയം തോന്നൂലേ. ഞാൻ വന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇതിന്റെ പേരില് ശാരി സരയും എന്റെ വീട്ടിലേക്ക് വരും, അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഏട്ടൻ ഇപ്പൊ മാനസിക ഭ്രാന്തി ഉണ്ടെന്നങ്ങ് അഭിനയിച്ചോ. എനിക്കറിയാം ഏട്ടന് ഒരു കുഴപ്പമില്ലെന്നാ, ആരൊക്കെ പറഞ്ഞാലും ഞാനത് വിശ്വസിക്കില്ല. എന്റെ ഏട്ടന് ഭ്രാന്തൊന്നും ഇല്ലാന്ന് പറയാം. നിനക്കെങ്കിലും എന്നെ മനസ്സിലാക്കാൻ പറ്റിയല്ലോ രൂപേ, അത് മതി എന്ന് പറയുവാണ്. പിന്നെ രൂപ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടാണ് ഇറങ്ങിപ്പോരുന്നത്. രൂപയുടെ ഉള്ളിലാണെങ്കിൽ സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണം എന്നതിൽ അവസ്ഥയായിരുന്നു. ഇനിയാടാ നീ കളി കാണാൻ പോകുന്നത്, നീ ഇവിടെ നിന്ന് ഇറങ്ങ്, ഇവിടെ നിന്ന് ഇറങ്ങിക്കുമ്പോൾ നിനക്കിട്ടുള്ള പണി ഞാൻ തന്നോളാം. സ്വന്തം ചോരയാന്നുള്ള പരിഗണന ഇനിയും നിന്നോടുണ്ടാവത്തില്ല, കാരണം നീ അമ്മാതിരിയല്ല കാഴ്ചവെച്ചെന്നൊക്കെ രൂപ മനസ്സിൽ പറഞ്ഞുകൊണ്ട് പോരുവാണ്. പിന്നീട് കാണിക്കുന്ന വിക്രം തന്നെ കൂട്ടാളികളെ കാണാനായിട്ട് ചെല്ലുവാണ്. അപ്പൊ ഇതിനു മുമ്പ് ഒരേ വീട് മോഷ്ടിക്കാനായിട്ട് വിക്രത്തിന്റെ കൂടെ കുറച്ച് കൂട്ടുകാരന്മാരുണ്ടായിരുന്നു. അപ്പൊ അവരെ കാണാൻ ചെല്ലുക. അവരെ ചെന്നിട്ട് പറഞ്ഞു, അതെ നമുക്കൊരു പ്ലാൻ തയ്യാറാക്കണതാ. അല്ല എന്താ മച്ചാനെ, എന്താ ഉദ്ദേശം എന്ന് ചോദിക്കാണ്. നമുക്ക് ഒരിടത്തൊന്ന് മോഷ്ടിക്കാൻ കയറണം, അവിടെ ഇഷ്ടം പോലെ സ്വർണവും പണവും ഒക്കെ കാണുമെന്ന് പറയാം. അല്ല അതെങ്ങനെയാ മച്ചാൻ അറിയുന്നത്? എടാ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞല്ലേ ഉള്ളൂ, വീട്ടിലായിരിക്കും സ്വർണങ്ങളൊക്കെ ഇരിക്കുന്നത്, അതെല്ലാം നമുക്ക് അടിച്ചു മാറ്റണം എന്ന് പറയാം. അല്ല മച്ചാനെ സ്പോട്ടൊക്കെ എവിടെയാ, അതിനെക്കുറിച്ചെല്ലാം ചോദിക്കുന്നത്, അതൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അപ്പൊ വൈകുന്നേരം ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് മനോഹറല്ല സോറി വിക്രം പറഞ്ഞു കൊടുക്കാണ് അവന്മാർക്ക്. കാരണം മോഷ്ടിക്കേണ്ട വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽബിയുടെ സോണിന്റെ അടുത്താ, അവിടെ കയറി മോഷ്ടിക്കാനായിട്ടുള്ള പദ്ധതികളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത്. അവിടുന്ന് ആ സ്വർണ്ണമെല്ലാം അടിച്ചു മാറ്റണം, ഒരു തരി പോലും അവിടെ വെക്കരുത്, 8ന്റെ പണി അവർക്കിട്ട് കൊടുക്കാം. ഇത് തന്നെ പറ്റിയ അവസരം എന്നും വിക്രം മനസ്സിൽ കരുതുവാണ്. അവൾക്കിട്ടൊരു പണിയുമാവും, തനിക്ക് കാശുകാരനാവുകയും ചെയ്യാം. അങ്ങനെ വൈകുന്നേരം ആവാൻ വേണ്ടി കാത്തിരുന്നു. രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേനും വിക്രമും അതിന്റെ കൂട്ടാളികളും കൂടെ നേരെ മോഷ്ടിക്കാനായിട്ട് ചെല്ലുന്നുണ്ട്. മോഷ്ടിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കഥവ് തുറന്ന് കയറി ചെന്ന് കഴിയുമ്പോഴത്തേനും കള്ളപ്പൊട്ടൊക്കെയിട്ടാ തുറക്കുന്നേ. അങ്ങനെ തുറന്ന് അകത്ത് കയറുവാണ്. അകത്ത് കയറി നേരെ സോണിയും ആൽബിയും കിടക്കുന്ന മുറിയൊക്കെ തപ്പി കണ്ടുപിടിച്ച് അങ്ങോട്ട് കയറുവാണ്. അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോൾ ശബ്ദവും കേട്ട് ആൽബി ഞെട്ടി എഴുന്നേക്കുവാണ്. ആൽബി ഞെട്ടി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ആൽബിയുടെ തലക്കിട്ട് അടിക്കുവാണ്, വടി വെച്ച് അടിക്കുക. ആൽബി തല പൊത്തിക്കൊണ്ട് താഴേക്ക് വീഴും. ആ സമയത്ത് സോണി അലറിക്കറിഞ്ഞുകൊണ്ട് ഏൽക്കുന്നുണ്ട്. അപ്പൊ കിട്ടാവുന്ന സ്വർണമൊക്കെ എടുത്തോണ്ട് ഇവന്മാർ അവിടെ നിന്ന് രക്ഷപ്പെടുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാ, അധികം വൈകാതെ തന്നെ വിക്രത്തിനെ അവന്റെ കൂട്ടാളികളെയും പിടിക്കും. ഇനി അവൻ പുറലോകം കാണാൻ പോകുന്നില്ല. ആൽബിനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ സോണിയല്ല കിരണും കല്യാണും രൂപയൊന്നും വെറുതെ ഇരിക്കാൻ പോകുന്നില്ല. ഇനിയിപ്പൊ വിക്രത്തിനും പ്രകാശനും ഒക്കെ കഷ്ടകാലം ആരംഭിക്കുക. ഇത്രയും ദിവസം രാഹുലിനായിരുന്നു കഷ്ടകാലം, ഇനിയിപ്പൊ അത് നേരെ വിക്രത്തിന്റെയും പ്രകാശിന്റെ അടുത്തേക്ക് വരിക. അതിന്റെ വിശേഷങ്ങളായിരുന്നു നമ്മൾ കാണാൻ പോകുന്നത്. ഓരോ ദിവസം നല്ല അടിപൊളി വിശേഷങ്ങളായിരിക്കും കേട്ടോ. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.